Good afternoon, all. Use it to know your lover. Accident and emergency department. Land is it to the clear on sir. Records were missed at the line. Can you some records were able to records complete the officer? Okay, clear. Next, Mr. Kambo, functions of the accident and emergency services, which are like accident and emergency department functions. First, to provide immediate and correct life-saving medical care. Number patients, casualty, emergency department, the patients correct life-saving medical care കൊടുക്കണം അല്ലേ? കൃത്യമായിട്ടുള്ള രക്ഷാ നടപടികൾ അല്ലേ? വൈദ്യസഹായം, ലൈഫ് സേവിങ് അല്ലെ, ജീവൻ രക്ഷിക്കുന്നതിനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർസ് കൊടുക്കണം. കൂടാതെ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെ, ഉടനടി കൊടുക്കണം അല്ലെ. നമുക്ക് എന്താണ് ടൈം ലാഗ് ചെയ്യാൻ പാടുണ്ടോ? കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അവരെ രക്ഷിക്കുന്നതിനുള്ള, ജീവൻ രക്ഷിക്കുന്നതിനുള്ള വൈദ്യസഹായം ഉടനടി കൃത്യതയോടുകൂടി നൽകുക. അത് ആദ്യത്തെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് to liaise with the courts and police in medico-legal cases whenever required. അല്ലെ, നമ്മൾ പഠിച്ചു, മിസ് പറഞ്ഞു അല്ലെ, medico-legal cases പറഞ്ഞു അല്ലെ. നമ്മൾ പോലീസിന്റെ അറിവിലേക്കായി കൊടുക്കുന്ന കേസുകൾ അല്ലെ, ആക്സിഡന്റ്, റേപ്പ്, പിന്നെ എന്താണ് അസോൾട്ട് അല്ലെ, അടിപിടി കേസുകൾ, പോയിസണിങ്, സൂയിസൈഡിങ് അറ്റംപ്റ്റുകൾ, അങ്ങനെയുള്ള കേസുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകളില് നമ്മുടെ പോലീസുമായിട്ടോ അല്ലെങ്കിൽ കോർട്സുമായിട്ടോ കോടതിയുമായിട്ടോ ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടതും നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം അല്ലെ, ചിലപ്പോ ആക്സിഡന്റ് കേസുകൾ കൊണ്ടുവന്നു, അതല്ലെങ്കിൽ വല്ല റേപ്പ് അല്ലെങ്കിൽ സൂയിസൈഡിങ് അറ്റംപ്റ്റുകളൊക്കെ കൊണ്ടുവന്നു, വല്ല കേസായി കഴിഞ്ഞാൽ എന്താണ്, നമ്മ കോടതിയിൽ പോയി സാക്ഷികളൊക്കെ പറയേണ്ടി വരുന്നുണ്ട് അല്ലെ, പോലീസിന് സാക്ഷി പറയേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പോലീസുമായിട്ട് അല്ലെങ്കിൽ കോടതിയുമായിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യണം അല്ലെ. അതോ അപ്പൊ അങ്ങനെയുള്ള കേസുകളില്, മെഡിക്കോ ലീഗൽ കേസുകളില് എന്താണ്, നമ്മുടെ പോലീസുമായിട്ടോ അല്ലെങ്കിൽ കോടതിയുമായിട്ടോ ഒരു റിലേഷൻ, ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് to provide ambulance services for pre-hospital care and the transportation of patients to and from the hospital. നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനെ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് അല്ലെ അഡീഷണൽ ആയിട്ട് ബെറ്റർ ട്രീറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കെയർസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, അഡ്വാൻസ്ഡ് കെയർസ് ഒക്കെ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പേഷ്യൻസിന് ആംബുലൻസ് സർവീസുകൾ ആവശ്യമായി വരികയാണെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യേണ്ടതും നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് to fulfill the role of information and communication center. നമ്മുടെ ഹോസ്പിറ്റൽ പേഷ്യൻസിന്റെ ഇടയിലൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്
പ്രവർത്തിക്കുന്നു. എസ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്, എന്തെങ്കിലും ദുരന്തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഇവിടുത്തമുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം വരാ, അല്ലെങ്കിൽ ഭൂകമ്പം, മണ്ണിടിച്ചിലൊക്കെ വന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ടും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് എമർജൻസി മെഡിക്കൽ സ്റ്റാഫ്. അല്ലെ, മെഡിക്കൽ സ്റ്റാഫ് ഉള്ളൂ. നമ്മുടെ എമർജൻസി മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ക്രിട്ടിക്കൽ പേഷ്യൻസിനുള്ള അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എങ്ങനെയാണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, ഓരോ പേഷ്യൻസിനും എങ്ങനെയുള്ള പരിചരണം കൊടുക്കണം, എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുകളൊക്കെ നൽകുക. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ, അതായത് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത്? ഫസ്റ്റ് വരുന്നത് the emergency department must be organized and administrated to meet the healthcare needs of its population. ഇവിടെ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് ആരാ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പോപ്പുലേഷൻസ് ആരാണ്? പേഷ്യൻസ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യകതകൾ അല്ലെ, നീഡ്സുകൾ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യാനും അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനും അല്ലെ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന്റെ അല്ലെ അവരുടെ ആവശ്യകതകള്, നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലില് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യകതകൾ എന്താണ്? നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുക അല്ലെ, ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുക, നല്ല ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ലഭിക്കുക ആണോ, നല്ല സർവീസുകൾ ലഭിക്കുക. ED എന്ന് പറഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റിക്ക് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന വേറൊരു പേരാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ED. ഓക്കെ ആണോ? അപ്പൊ ആ പേഷ്യൻസിന്റെ ആവശ്യകതകള് നിറവേറ്റുന്ന രീതിയിൽ അല്ലെ അവർക്ക് നല്ല പരിചരണം ലഭിക്കുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫുകളുടെയും സർവീസുകൾ നൽകുക അല്ലെ. അങ്ങനെയുള്ള രീതിയിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുകയും അത് അഡ്മിനിസ്ട്രേഷൻ നടത്തുകയും ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് must be guided by written policies and procedures. അല്ലെ, നമ്മൾ ഫസ്റ്റ് മിസ് വാർഡൊക്കെ എടുത്തപ്പോ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സുകളാണ് അല്ലെ, നയങ്ങളും നടപടിക്രമങ്ങളല്ലേ. എല്ലാവർക്കും പ്രവർത്തനങ്ങൾ ഒരേപോലെയാണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളാണോ വാർഡില് വരുന്നത്? അതേപോലെയാണോ ഇൻപേഷ്യന്റില്? അതേപോലെ അല്ല അല്ലെ. അപ്പൊ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് എഴുതിയിട്ടുള്ള അല്ലെ, ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, റിട്ടൺ ചെയ്തിട്ടുള്ള അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എഴുതിയിട്ടുള്ള പോളിസികൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായിട്ട് വേണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടത്താൻ. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ ആണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ റിട്ടേൺ ചെയ്ത പോളിസികൾക്കും പ്രൊസീജിയേഴ്സിനും അനുസരിച്ചാണോ നടത്തുന്നതെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് medical and nursing director of hospital along with appropriate integration of ancillary services
മസ്റ്റ് എൻഷുർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻ ED അല്ലേ? നമുക്കറിയാം നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കിടത്തിക്കഴിഞ്ഞാല് നമുക്ക് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സർവീസ് മാത്രമാണ് ലഭിക്കുന്നത് അല്ല അല്ലേ? ഹോസ്പിറ്റലിലെ മറ്റ് ആൻസിലറി സർവീസ് അല്ലെ, അനുബന്ധ സർവീസുകൾ നമുക്ക് ലഭിക്കുന്നില്ലേ? റേഡിയോളജി സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ലാബുകളിൽ നിന്ന് അല്ലെ, ലബോറട്ടറീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ഫാർമസിയിൽ നിന്നുള്ള സർവീസുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലെ മറ്റ് അനുബന്ധ ആൻസിലറി സർവീസുകളിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകളെ ക്വാളിറ്റി ഉള്ളതാണോ, സുരക്ഷിതത്വമുള്ളതാണോ എന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? സോറി, ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്, സോറി മിസ് പറഞ്ഞത് മാറിപ്പോയി. എന്താണ്? നമുക്ക് ഹോസ്പിറ്റലിലെ മറ്റ് അനുബന്ധ സർവീസുകളിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകള് ക്വാളിറ്റി ഉള്ളതാണോ, സുരക്ഷിതത്വമുള്ളതാണോ എന്ന് നമ്മുടെ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഉറപ്പുവരുത്തുക അല്ലെ? നല്ല അപ്രോപ്രിയേറ്റ് ഉചിതമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ കൊണ്ടുവരണം അല്ലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളുമായിട്ട് അല്ലെ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനാണ് അല്ലെ മറ്റനുബന്ധ സർവീസുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്താണ്, ഒരു ഇന്റഗ്രേഷൻ വേണം അല്ലെ? വേണോ? വേണം. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് എമർജൻസി കെയർ ആർ കണ്ടിന്യൂലി മോണിറ്റർഡ് ആൻഡ് ഇവാലുവേറ്റഡ് അല്ലെ? നമുക്ക് ലഭിക്കുന്ന ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു എമർജൻസി കെയർ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണോ? വേണം അല്ലെ? തുടർച്ചയായി നിരീക്ഷിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യണം അല്ലെ? ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുക. അവർക്ക് കറക്റ്റ് ലൈഫ് സേവിങ് കെയർസ് ആണോ, ട്രീറ്റ്മെന്റ് ആണോ ലഭിക്കുന്നത്, അവർക്ക് ആ ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകൾ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ ലഭിക്കുന്നുണ്ടോ അല്ലെ, അവരിപ്പോ സ്റ്റേബിൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിക്കുകയും ആ പ്രവർത്തനങ്ങള് വിലയിരുത്തുകയും ചെയ്യുക. ഓക്കെയാണോ? പേഷ്യൻസിന് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ഉചിതമായിട്ടുള്ള എമർജൻസി കെയർസ് തുടർച്ചയായി നിരീക്ഷിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത്, ദ മെഡിക്കൽ ഡയറക്ടർ ഷുഡ് ഓവർസീ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി പ്രാക്ടീസ് ഓഫ് എമർജൻസി മെഡിസിൻ ഇൻ ED. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം പലതരത്തിലുള്ള എമർജൻസി മെഡിസിനുകൾ ഉണ്ടാവും അല്ലെ? ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയാണ് അല്ലെ നമ്മൾ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആസ്മ അറ്റാക്കിനുള്ള പേഷ്യൻസിനുള്ള എമർജൻസി ഡ്രഗ്സുകൾ ഉണ്ടാവും. അബ്ഡോമൻ പെയിൻ ആയിട്ട്, സ്ട്രോക്ക് ആയിട്ട്, ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കേണ്ട എമർജൻസി മെഡിസിനുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ എമർജൻസി മെഡിസിനുകളുടെ എല്ലാ വശങ്ങളും, ഓൾ ആസ്പെക്ട്സ് എന്ത് ചെയ്യുക? നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യുക അല്ലെ? വിലയിരുത്തുക. ഇപ്പൊ നമുക്കറിയാം ഓരോ അസുഖങ്ങൾക്കും ഓരോ തരത്തിലുള്ള മെഡിസിനുകളാണ് അല്ലെ കൊടുക്കുന്നത്, ആണോ അല്ലെ? ബ്ലീഡിംഗ് അതേപോലെ തന്നെ എന്താണ് അതിന്റെ ക്വാളിറ്റി അല്ല, അതിന്റെ ഡോസിൽ വ്യത്യാസങ്ങളുണ്ടോ? ഡോസിൽ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? കൊടുക്കേണ്ട ടൈമിൽ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? പേഷ്യൻസില് ഓരോ ചിലപ്പോ എന്താണ്, ചില പേഷ്യൻസിന് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? പെയിൻ കില്ലേഴ്സ് ഒക്കെ അങ്ങനെയുള്ള മെഡിസിനുകൾ കഴിക്കുമ്പോൾ അപ്പൊ എന്താണ്, നമ്മുടെ മെഡിക്കൽ ഡയറക്ടർ എമർജൻസി മെഡിസിനുകളുടെ എല്ലാ വശങ്ങളും, ഓൾ ആസ്പെക്ട്സുകൾ എന്ത് ചെയ്യുക? ഓവർസീ നടത്തുക, പരിശോധന നടത്തുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, the new staff member should get a formal orientation program
that addresses അല്ലെ എന്താണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ പുതുതായി നിയമിക്കുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് ഔപചാരികമായിട്ടുള്ള അല്ലെ ഫോമൽ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ലഭിക്കണം അല്ലെ ട്രെയിനിങ്ങുകൾ ലഭിക്കണ്ടേ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെ എഫക്റ്റീവായി ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സ്കില്ലുകൾ അവരുടെ എബിലിറ്റീസ് അവരുടെ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ട്രെയിനിങ് ലഭിക്കണോ? നമുക്കറിയാം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരാണ് അല്ലെ. എന്തെങ്കിലും പിഴവുകൾ പറ്റിയാൽ എന്താണ് അവർക്ക് മരണം തന്നെ സംഭവിക്കാം അല്ലെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ആണോ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള പിഴവുകളൊന്നും സംഭവിക്കാതിരിക്കാൻ പുതുതായി ജോയിൻ ചെയ്യുന്ന പുതുതായി നിയമിക്കുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ട്രെയിനിങ്ങുകൾ നൽകുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ദ മിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ മിഷൻ ദൗത്യം പ്രാവർത്തികമാക്കണം അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ദൗത്യം അവരുടെ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ സേവ് ചെയ്യുക അല്ലെ രക്ഷിക്കുക എന്നുള്ളതല്ലേ. അവരുടെ ജീവൻ രക്ഷിക്കുക അല്ലെ ലൈഫ് സേവ് ചെയ്യുക ആണോ? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം അല്ല അല്ലെ. ആളുകളെ സേവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ അവരെ ലൈഫ് സേവ് ചെയ്യുക. അപ്പൊ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ മിഷൻ പ്രാവർത്തികമാക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് മിസ് ലാസ്റ്റ് അടുത്ത ആ പോയിന്റ് എടുക്കാം കേട്ടോ. ദ മിനിമം സെറ്റ് ഓഫ് SOPs should be available for എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ് ഒരു മിനിമം സെറ്റ് ഓഫ് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സാധാരണ പ്രവർത്തന നടപടിക്രമങ്ങൾ ഉണ്ട്. അതിൽ ഏതെല്ലാമാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ് റിസീവിംഗ് ഓഫ് ദ പേഷ്യൻസ് അല്ലെ. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഒരു ടൈം ലാഗും കൂടാതെ അവരെന്താണ് പെട്ടെന്ന് തന്നെ റിസീവ് ചെയ്യുക അല്ലെ സ്വീകരിക്കുക. സ്റ്റാൻഡേർഡ് SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഏതാണെന്നും SOP എക്സ്പാൻഡഡ് ഫോം ഒക്കെ ക്വസ്റ്റ്യൻ വരാട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഫസ്റ്റ് പറയുന്നത് റിസീവിംഗ് ഓഫ് ദ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിനെ സ്വീകരിക്കുക. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഒരു ടൈം ലാഗും കൂടാതെ പെട്ടെന്ന് തന്നെ അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്നതിന് വേണ്ടി സ്വീകരിക്കുക എന്നിട്ട് ട്രൈ ചെയ്യുക അല്ലെ. നെക്സ്റ്റ് എന്താണ് രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിനെ രജിസ്ട്രേഷൻ നടത്തുക. നെക്സ്റ്റ് ട്രയേജ് ഓഫ് ദി പേഷ്യൻസ് എന്താണ് പേഷ്യൻസിനെ അവരെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ അവരെ എന്താണ് സോർട്ട് ചെയ്യുക അല്ലെ തരംതിരിക്കുക. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണോ മൈനർ ഇഞ്ചറീസ് ആണോ ഡെത്ത് പേഷ്യൻസ് ആണോ. SOP എന്ന് പറഞ്ഞാല് സാധാരണ പ്രവർത്തന നടപടിക്രമങ്ങൾ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രവർത്തനങ്ങള് ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് എന്താണ് പേഷ്യൻസിനെ സ്വീകരിക്കുന്നു അല്ലെ. നെക്സ്റ്റ് പേഷ്യൻസിനെ വന്ന പേഷ്യൻസിനെ രജിസ്ട്രേഷൻ നടക്കുന്നു. നെക്സ്റ്റ് എന്താണ് ആ ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണോ മേജർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണോ അല്ലെങ്കിൽ മൈനർ ഇഞ്ചുറീസ് ഒക്കെ ഉള്ളോ അല്ലെങ്കിൽ ഡെത്ത് കേസുകളാണോ അല്ലെ എന്നതിന്റെ അടിസ്ഥാനത്തില് പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു അല്ലെ തരംതിരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ അല്ലെ. ചിലപ്പോ എന്താണ് ആ ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്താണ് ചിലപ്പോ ഒരു ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് വാർഡുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അതിനുശേഷം അവർക്ക് ട്രയേജ് ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ നൽകിയതിനു ശേഷം പേഷ്യൻസിനെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ ആണോ? അത്രയും ഭാഗം ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് റെഫറൽ ഓഫ് ദി പേഷ്യൻസ് എന്താണ് ചിലപ്പോ അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്
ഇപ്പൊ നമ്മ അവരെന്താണ് കാർഡിയോളജി ഡോക്ടർക്ക് റെഫർ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ എന്താണ് ന്യൂറോ ഡോക്ടർക്ക് റെഫർ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാലോ, ഷിഫ്റ്റ് ചെയ്യും അല്ലെ, പേഷ്യൻസിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള റെഫറൽ ഓഫ് ദി പേഷ്യൻസ് ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യൻസ്. ഇപ്പൊ നമ്മ ആ ഒരു പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുത്ത് അതിനുശേഷം അവർ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, സ്റ്റേബിൾ ആവില്ലേ, ഓക്കെ ആവില്ലേ, റിക്കവറി ചെയ്യും അല്ലെ. അപ്പൊ റിക്കവറി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവര് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കടത്തണോ സ്റ്റേബിൾ ആയ പേഷ്യൻസിനെ? വേണ്ട അല്ലെ, നമ്മൾ അവരെന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും അല്ലെ. ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യൻസ്, അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കല്ലേ. അപ്പൊ എന്താണ് ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യൻസ്. നെക്സ്റ്റ് പറയുന്നത് ബ്രോട്ട് ഇൻ ഡെഡ് കേസസ് അല്ലെ. ഇപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസിന് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതുമായി ഒരുപാട് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട് അല്ലെ. കൺസേൺ ഫോമുകൾ സൈൻ ചെയ്യണം, ഒരുപാട് പേപ്പർ വർക്ക്സുകൾ ഉണ്ട് അല്ലെ, ആണോ? ചില കേസുകളൊക്കെ എന്താണ് പോസ്റ്റ്മോർട്ടം നടത്താറുണ്ട് അല്ലെ, കൊണ്ടുവരുമ്പോ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക, ഓക്കെയാണോ? ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്, മരിച്ച് ഇതിനുശേഷം കൊണ്ടുവരുന്ന കേസുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടത്തുക. നെക്സ്റ്റ് കോഡ് ബ്ലൂ അല്ലെ. കോഡ് ബ്ലൂ നമുക്കറിയാം എന്താണ്, റെസ്പിറേറ്ററി ഫെയിലിയറോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായിട്ടൊക്കെ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിസ് കോഡ് ബ്ലൂ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഹോസ്പിറ്റലില് കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ഒക്കെ കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കാർഡിയാക് അറസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറുമായിട്ടോ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടറിനെ വിവരം അറിയിക്കണ്ടേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി കാഷ്വാലിറ്റി ഇന്ന പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് കൊടുക്കുന്ന ഒരു അലേർട്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ ടെലിഫോൺ ഓപ്പറേറ്റർ മൈക്കിൽ അല്ലെങ്കിൽ പേജിംഗ് വഴി എന്താണ് കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ് എന്ന് 3 തവണ വിളിച്ചു പറയുമ്പോൾ എന്താണ് ആ ഇതുമായി ബന്ധപ്പെട്ട് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും ഇങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുന്നതിനുള്ള എക്യുപ്മെന്റുകളൊക്കെ എവിടെ സജ്ജമായിരിക്കും? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സജ്ജമായിരിക്കും. ഓക്കെയാണോ? അപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ടോ റെസ്പിറേറ്ററി അറസ്റ്റ് ഫെയിലിയറുമായിട്ടോ ഒരു പേഷ്യൻസിനെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾക്ക് അല്ലെ മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. നമുക്കറിയാം MLC കേസുകൾ അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യണം? MLC കേസുകൾ മെഡിക്കോ ലീഗൽ കേസുകൾ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കണം അല്ലെ. മെഡിക്കോ ലീഗൽ കേസുകൾ റെക്കോർഡുകളിൽ സൂക്ഷിക്കണ്ടേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. പോലീസ് ഇന്റിമേഷൻ റെക്കോർഡ് ചെയ്യണം. പിന്നെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് ആ ഒരു കേസുകൾ സൂക്ഷിക്കണം അല്ലെ. ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ആ ഒരു രജിസ്റ്ററിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു മെഡിക്കോ ലീഗൽ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസുകൾ അല്ലെ. പെരുമാറ്റച്ചട്ടങ്ങൾ നമുക്കറിയാം. ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എങ്ങനെ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടുത്തെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ആണോ? അപ്പൊ ആ ഒരു ക്ലിനിക്കൽ പ്രോട്ടോകോളുകൾ പാലിക്കുക. നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസുകൾ പാലിക്കുക.
ചെയ്യുക. ഓക്കെ ആണോ? SOP ഓക്കെ ആണോ? നെക്സ്റ്റ് അപ്പൊ നോക്കിയേ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ED അല്ലെ, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ ആയോ പോയിന്റ്? നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദി ED സ്റ്റാഫ് അല്ലെ, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് ഉണ്ട്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിനുണ്ട്, രജിസ്റ്റേർഡ് നഴ്സിനുണ്ട് അല്ലെ. അപ്പൊ ഓരോ സ്റ്റാഫുകളും അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ശരിയായ രീതിയിൽ അവർ ചെയ്യുന്നുണ്ടോ, അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് മസ്റ്റ് പറഞ്ഞുതരാട്ടോ മിസ്. സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദിയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. എന്താണ് നമ്മുടെ സ്റ്റാഫുകള് അവരുടെ പ്രൊഫഷണൽ നോളജ് എന്താണ് നിർബന്ധമായിട്ടും എന്താണ് സ്കില്ലുകളും അവരുടെ അറിവുകളും ഇംപ്രൂവ് ചെയ്യുക അല്ലെ, വർദ്ധിപ്പിക്കുക. നമുക്കറിയാം ഓരോ തവണ അല്ലെ ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമായി വരുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസിന് പക്ഷെ എന്താണ് അനുയോജ്യമായിട്ടുള്ള അല്ലെ കറക്റ്റ് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റുകൾ ലഭിക്കണം അല്ലെ. അപ്പൊ അത് നൽകുന്നതിന് വേണ്ട നോളജുകളും സ്കില്ലുകളും ആ ഒരു സ്റ്റാഫുകള് വർദ്ധിപ്പിച്ചെടുക്കുക. ട്രെയിനിങ്ങുകളിലൂടെ ഓറിയന്റേഷൻ ക്ലാസ്സുകളിലൂടെ അല്ലെ വർദ്ധിപ്പിച്ചെടുക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് triage and screening of each patient must be performed by a physician or trained RN എന്നുണ്ട് കേട്ടോ, രജിസ്റ്റേർഡ് നഴ്സ് എന്നുണ്ട്, RN with EMT. എന്താണ് നമ്മുടെ ട്രയേജ് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ട്രയേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ സ്ക്രീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് ഒന്നില്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ട്രെയിനഡ് ആയിട്ടുള്ള അല്ലെ പരിശീലനം ലഭിച്ച രജിസ്റ്റേർഡ് നഴ്സ് നമ്മുടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സാന്നിധ്യത്തിൽ അല്ലെ ചെയ്യുക. ഓക്കെ ആണോ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ മിസ് പറഞ്ഞു അല്ലെ ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാൻ അല്ലെ, എമർജൻസി മെഡിക്കൽ ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഫിസിഷ്യൻ അതിന്റെ അഭാവത്തിൽ ഇപ്പൊ ഫിസിഷ്യൻ ഇല്ല, ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഫിസിഷ്യൻ ആബ്സെന്റ് ആണ് എങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് നഴ്സ് നമ്മുടെ EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സാന്നിധ്യത്തിൽ അവരും രണ്ടുപേരും കൂടി ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the legible and appropriate medical record must be established for each individuals അല്ലെ. എന്താണ് കൊണ്ടുവരുന്ന പേഷ്യൻസിനും ഉചിതമായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ സ്ഥാപിക്കണം അല്ലെ. കൊണ്ടുവന്ന പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു അല്ലെ, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ, ഇതിലില്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലെ SOP ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. എന്തൊക്കെയാണ് എമർജൻസി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിക്കാം. പിന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ എന്ന് പറഞ്ഞിട്ടില്ല, ഈ പോയിന്റുകളൊക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. എന്താണ് ഗുണനിലവാര
സൂചകങ്ങൾ അല്ലെ. നമ്മ ഓരോ സെക്ഷനിലെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഗുണനിലവാരമുണ്ട്, ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? സർട്ടൻ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും പറയുന്നത് ആ ഒരു ഡ്രസ്സിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? വെറുതെ പറയോ നിങ്ങ? കളർ ഫെയ്ഡ് ആകില്ലെങ്കിലോ? പിന്നെന്താണ്? സ്റ്റിച്ചിങ് പറയോ? മെറ്റീരിയൽ അല്ലേ, സ്റ്റിച്ചിങ് പറയല്ലേ. ഒരു ദിവസം ഇട്ടപ്പോഴേക്കും സ്റ്റിച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയോ ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ? ഇല്ല അല്ലെ. അപ്പൊ പല മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ നമ്മ ഒരു സാധനത്തിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അതേപോലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനം ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്? ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു അബ്ഡോമിൻ പെയിൻ, വയറുവേദന ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അവർ സ്റ്റേബിൾ ആയിട്ട് അവർ പറഞ്ഞയച്ചു, ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയച്ചു. വീണ്ടും ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവരൊരു കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും കൊണ്ടുവരേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഫസ്റ്റത്തെ വരുന്നത്? അൺപ്ലാനഡ് അറ്റൻഡൻസ് റേറ്റ് അല്ലെ. ഒരു രോഗിയുടെ എമർജൻസി സിറ്റുവേഷൻ അവര് ഓവർകം ചെയ്ത് അവര് ഓക്കെ ആയതിനു ശേഷം അവരെ വിട്ടയച്ചതിന് ശേഷം വീണ്ടും ആ ഒരു സെയിം കണ്ടീഷൻ ആയിട്ട് അവര് വീണ്ടും തിരിച്ചു വരേണ്ടി വരിക. അൺപ്ലാനഡ് ആയിട്ട് അല്ലെ, ആസൂത്രിതമല്ലാതെ വീണ്ടും ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരേണ്ടി വരിക. അതെന്താണ്? ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. ഓക്കെ ആണോ ഇത്? നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആകെ എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് സമയമൊക്കെ എടുത്ത് വേണോ നമുക്ക് വേണ്ട ലൈഫ് സപ്പോർട്ടുകൾ അല്ലെങ്കിൽ കെയർസ് എന്ത് വേണം? പെട്ടെന്ന് തന്നെ കൊടുക്കണം അല്ലെ. ആണോ? ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം അല്ലേ? ആണോ? വെയിറ്റ് ചെയ്യാൻ പാടുണ്ടോ ഒരുപാട് സമയം? പാടില്ല അല്ലെ. എന്താണ് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ അല്ലെ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എന്തെങ്കിലും ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നതിന് ശേഷം ചിലപ്പോ അവിടുത്തെ ഡോക്ടർ ഇല്ലാണ്ടോ അതല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ തൃപ്തരാകാതെ നമ്മൾ അവിടെ നിന്ന് പോകേണ്ടി വരില്ലേ ചില സിറ്റുവേഷനില്? ചില ഹോസ്പിറ്റലൊക്കെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അല്ലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ ഡോക്ടർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ പരിചരണങ്ങളില് നമ്മൾ തൃപ്തരല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകൂല്ലേ? ആണോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ അപ്പൊ അത് ക്വാളിറ്റി ഉള്ളതാണോ? നമ്മ അവിടെ നിന്ന് പോകുന്നത് നമുക്ക് വേണ്ട അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കാതെ അതല്ലെങ്കിൽ നമുക്ക് നല്ല അവിടെ ഡോക്ടറിനെ കാണാൻ പറ്റാതെ വരുന്നത് അല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെ. നമ്മൾ പ്രാഥമിക വിലയിരുത്തൽ കുറെ സമയം എടുക്കാൻ പാടുണ്ടോ? ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാലോ അവരെ കുറിച്ച് ഒരു പ്രാഥമികമായി വിലയിരുത്താൻ ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടൈം ആ ഒരു പേഷ്യന്റിനെ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു? നെക്സ്റ്റ് പറയുന്നത് ടൈം ടു ട്രീറ്റ്മെന്റ് അല്ലെ. ഒരു പേഷ്യന്റിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ എന്താണ്? പെട്ടെന്ന് തന്നെ നൽകണം അല്ലെ. ടൈം ടു ട്രീറ്റ്മെന്റ് അവർക്കുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടി എത്ര
എത്ര സമയം എടുത്തിട്ടുണ്ട്, ടൈം ടു ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് സർവീസ് എക്സ്പീരിയൻസ് അല്ലെ, നമുക്ക് ആ ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച സർവീസുകളിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ ഇത്? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. നമ്മുടെ എമർജൻസി റൂം ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ പങ്ക് എന്താണ്? ഫസ്റ്റ് പറയുന്നത് interview patients to obtain biographic, demographic and financial data for registration purpose and enter information so gathered into hospital information system. എന്താണ് നമ്മുടെ പേഷ്യന്റിൽ നിന്നുള്ള ഡാറ്റാസ് എടുക്കുകയാണ് അല്ലെ നമ്മുടെ എമർജൻസി റൂമിലെ ക്ലർക്ക്. അവരുടെ ഡെമോഗ്രഫിക്കും ബയോഗ്രഫിക്കും അല്ലെ, ഫിനാൻഷ്യൽ ഡാറ്റാസ്, അവരുടെ പേര്, ഏജ്, സെക്സ്, അവരുടെ അഡ്രസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, അങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എന്താണ് എൻറ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെയാണോ? അവര് ശേഖരിച്ച വിവരങ്ങള് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അപ്പൊ എന്താണ്? നെക്സ്റ്റ് രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യന്റ്, retrieve medical record for the emergency room physician responsible for processing emergency room admission. വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് റെസ്പോൺസിബിലിറ്റീസ്? നമ്മുടെ പേഷ്യന്റിനെ എമർജൻസി റൂമിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അവരുടെ ഫയലുകൾ, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എമർജൻസി റൂമിലെ ഫിസിഷ്യന് വേണ്ടി വീണ്ടെടുക്കുക അല്ലെ, തിരിച്ച് റിട്രീവ് ചെയ്യുക. കൂടാതെ എമർജൻസി റൂം അഡ്മിഷന് വേണ്ട പ്രവർത്തനങ്ങൾ, നടപടിക്രമങ്ങൾ പ്രോസസ് ചെയ്യേണ്ടതും ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ ആണോ? പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതും എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് അല്ലെ. എന്താണ് നമ്മുടെ കസ്റ്റമർ സർവീസ്? എങ്ങനെയുള്ള സർവീസ് ആയിരിക്കണം പേഷ്യൻസിന് കൊടുക്കേണ്ടത്? നല്ല രീതിയിലുള്ള അല്ലെ, എക്സെപ്ഷണൽ ആയിട്ടുള്ള, അവരെ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ, ഒരു ടൈം ലാഗ് കൂടാതെ നല്ല ഒരു കസ്റ്റമർ സർവീസുകൾ നൽകുക. കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് in connection with the admission of patients in the hospital or other medical facilities. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്പിറ്റലിലെ മറ്റ് മെഡിക്കൽ ഫെസിലിറ്റീസിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ എന്താണ് കോർഡിനേറ്റ് ചെയ്യുക അല്ലെ. നമുക്കറിയാം പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ, അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. പേഷ്യൻസിന് ലാബിൽ നിന്നുള്ള സർവീസ് വേണം, റേഡിയോളജി സെക്ഷനിൽ നിന്നുള്ള സർവീസ് വേണം, ഫാർമസിയിൽ നിന്നുള്ള സർവീസ് വേണം, ഡയറ്ററി, ഹൗസ് കീപ്പിംഗ് ആണോ? അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മറ്റു മെഡിക്കൽ ഫെസിലിറ്റീസിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് വരില്ല കേട്ടോ. മിസ് പറഞ്ഞപ്പോ ഹൗസ് കീപ്പിംഗ് ഒക്കെ പറഞ്ഞു, അത് നോൺ മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, ഫാർമസി, ലബോറട്ടറി, റേഡിയോളജി അങ്ങനെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് assess patients' other needs from healthcare professional like need of ambulance services or referral. എന്താണ് നമ്മുടെ പേഷ്യൻസിന് മറ്റ് ആവശ്യകതകൾ ഉണ്ടോ, അതിന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ അടുത്ത് നിന്ന് മറ്റ് സർവീസുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുക അല്ലെ. എന്താണ് അവർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റല് റെഫറല് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പോകുന്നതിന് വേണ്ടി ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുക.
വിലയിരുത്തുക. നെക്സ്റ്റ് പറയുന്നത് ഗ്രീവൻസ് റിഡ്രസ് അല്ലേ. എന്താണ് നമ്മുടെ പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ചില പല പരാതികൾ ഉണ്ടാവാം അല്ലെ. പേഷ്യൻസിനോ ഡോക്ടേഴ്സിന്റെ പരിചരണം പോരാ, അവർക്ക് ലഭിക്കുന്ന സർവീസുകൾ ക്വാളിറ്റി ഇല്ല അല്ലെ. ആണോ? നിങ്ങൾക്ക് തന്നെ ഉണ്ടാവാറുണ്ട് ചില ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളുമായിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, ഗ്രീവൻസുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ് അല്ലെ. ബെഡ് അറേഞ്ച്മെന്റുമായിട്ട് എന്താണ് മറ്റ് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക അല്ലെ. ഇവർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ വാർഡുകളിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂംസിലേക്കോ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അവിടെ എങ്ങനെയാണ് ബെഡിന്റെ അറേഞ്ച്മെന്റ് അല്ലെ, ബെഡ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് എമർജൻസി കേസസ് ആർ രജിസ്റ്റേർഡ് അല്ലെ. നമ്മുടെ മെഡിക്കോ ലീഗൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെ. മെഡിക്കോ ലീഗൽ കേസുകൾ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് ആ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ എമർജൻസി റൂം ക്ലർക്ക് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. ഡാമ എന്ന് പറയുന്നത് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് വെച്ചാല് നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കില്ലേ, അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് പല രീതിയിൽ സംഭവിക്കാം അല്ലെ. പല രീതിയിൽ ചിലപ്പോ എന്താണ് നമുക്കൊരു 5 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ ആന്റിബയോട്ടിക് ഒക്കെ തന്നിട്ട് നമ്മളെ ഡിസ്ചാർജ് ചെയ്യാം. അതെന്താണ് റുട്ടീൻ ഡിസ്ചാർജ്. അതല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ആ ഒരു പേഷ്യന്റ് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകാറുണ്ടോ? അവിടുത്തെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകാതെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളെയാണ് ഡാമ എന്ന് പറയുന്നത്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അവരുടെ മെഡിക്കൽ അഡ്വൈസറുടെ ഡോക്ടറുടെ കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ അതിനെതിരായി പേഷ്യന്റ് സ്വയമായി ഡിസ്ചാർജ് വാങ്ങി പോകുന്നതിനെയാണ് ഡാമ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെയാണോ? ആക്സിഡന്റ് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ്, അങ്ങനെ ചില സമയത്ത് 6th പോയിന്റ് മിസ് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളോട് കൺസേൺ ഫോമുകളൊക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട് അല്ലെ. എന്താണ് അങ്ങനെ നമ്മൾ സ്വയമായി ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും രീതിയിൽ അസുഖം ബാധിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റാഫുകൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് കൺസേൺ ഫോമുകൾ സൈൻ ചെയ്ത് വാങ്ങാറുണ്ടോ? കണ്ടിട്ടുണ്ടോ അതൊക്കെ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡാമ പേഷ്യൻസ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് അവര് സ്വന്തം ഇഷ്ടത്താൽ ഡിസ്ചാർജ് വാങ്ങി പോകുകയാണെങ്കിൽ അതിനുള്ള റെക്കോർഡ്സുകൾ നിലനിർത്തുക. ഓക്കെ അല്ലേ? 6th പോയിന്റ് എന്ന് പറഞ്ഞാല് ഗ്രീവൻസ് റിഡ്രസൽ. നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോ നമുക്ക് അവിടുത്തെ സർവീസുകളെ പറ്റിയോ അതല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയറിനെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പരിചരണത്തെ പറ്റിയോ നമുക്ക് എന്താണ് ചിലപ്പോ കംപ്ലൈന്റ്സുകൾ ഉണ്ടാവാം അല്ലെ, പരാതികൾ ഉണ്ടാവാലോ. അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റിയിൽ അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നൽകുക. ഓക്കെ ആണോ? ആരാ ചോദിച്ചേ 6th പോയിന്റ്? അജിത്തോ? ഓക്കെ ആണോ? സജന ഇപ്പൊ കേറുന്നുള്ളോ? ഓക്കെ, ഇത്രയും നോക്കിയാണോ എല്ലാവർക്കും? MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസസ് അല്ലേ. എന്താണ് നമ്മ പറഞ്ഞു മെഡിക്കോ ലീഗൽ കേസുകൾ. അപ്പൊ മെഡിക്കോ ലീഗൽ കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടോ, രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ
നമ്മുടെ മെഡിക്കൽ എമർജൻസി റൂം ക്ലർക്ക് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസ് ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് കണ്ടീഷൻസ് ഓർ അൺനാച്ചുറൽ കോസ് ഓഫ് ഇഞ്ചുറി RTA എക്സെട്ര അല്ലെ. നമ്മൾ മെഡിക്കൽ ലീഗൽ കേസുകൾ എപ്പോഴൊക്കെയാണ് അങ്ങനെ മെഡിക്കൽ ലീഗൽ കേസുകളാണെന്ന് പറഞ്ഞ് നമ്മൾ സൂക്ഷിക്കുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്, പോലീസിനെ അറിയിക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ കാണുമ്പോഴാണ് അല്ലെ. നിങ്ങൾ ഒരു തവണ ന്യൂസിൽ വായിച്ചിട്ടുണ്ടായി, ഒരു കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടർ വിലയിരുത്തിയത് അസസ് ചെയ്തതിനു ശേഷം ആളുടെ മാതാവിനോട് കൂടുതൽ ചോദിക്കുമ്പോഴാണ് എന്താണ് കൊച്ചിനെ ഭയപ്പെടുത്താൻ വേണ്ടി ആള് നടത്തിയ ഇതാണ് അല്ലെ, കൊച്ചിന് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നത്, കൊച്ചിനെ ഉപദ്രവിച്ചത് കൊണ്ടാണ് വായിച്ചിരുന്നത്. അല്ലേ? അപ്പൊ എന്താണ് ഡോക്ടർമാർക്ക് ആ ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഇത് സ്വാഭാവികമായിട്ടുള്ള പരിക്കുകളാണോ അല്ലെ, ആരെങ്കിലും അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ അല്ലെ, ഡോക്ടർക്ക് അറിയാൻ പറ്റില്ലേ? ആ അമ്മയുടെ കാമുകന്റെ ഒപ്പം പോവാൻ വേണ്ടി കൊച്ചിനെ ഉപദ്രവിച്ചിട്ട് വായിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഡോക്ടർമാർക്ക് അൺനാച്ചുറൽ തോന്നാണ്, സ്വാഭാവികമല്ലാത്ത പരിക്കുകളാണ്. അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ എന്താണ് RTA അല്ലെ, റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേസുകളൊക്കെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്, മെഡിക്കോ ലീഗൽ കേസുകളിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് records of such cases, road traffic accident RTA ആക്സിഡന്റ് കേസുകൾ, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ഓക്കെ അല്ലേ? നെക്സ്റ്റ് records of such cases are entered in the medical legal register with details of patients and accident, and the patient case file is stamped as medical legal. എന്താണ് ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്തിലാണ് എൻട്രി ചെയ്ത് കേസ്, ഏത് റെക്കോർഡ്സിലാണ് എൻട്രി ചെയ്ത് കയറ്റുന്നത്? മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിൽ നിന്ന് ആ ഒരു പേഷ്യൻസിന്റെ വിവരങ്ങൾ അല്ലെ, ഡീറ്റെയിൽസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്സിഡന്റുകൾ അല്ലെ, ആക്സിഡന്റ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസിഡന്റുകളാണ് അല്ലെ, എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്ത് കയറ്റുന്നു. കൂടാതെ ആ ഒരു പേഷ്യന്റിന്റെ കേസ് ഫയല് നമ്മൾ മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഓക്കെ ആണോ? പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസും മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്ത് കയറ്റുകയും കൂടാതെ ആ ഒരു ഫയല് മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ദ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻഫോംഡ് ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ ഒരു കേസ്, ഒരു ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പോയിസണിങ് അല്ലെ, അല്ലെങ്കിൽ സൂയിസൈഡിങ് അറ്റംപ്റ്റ് നടത്തിയ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം എന്താണ്? പോലീസിന് വിവരം അറിയിക്കില്ലേ? ഇത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കും ആണോ? അപ്പൊ എന്താണ്? ദ പോലീസ് ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഈസ് ഇൻഫോംഡ് ഇമ്മീഡിയറ്റ്ലി. അവിടുത്തെ അടുത്തുള്ള ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുക. കാഷ്വാലിറ്റി ഇൻചാർജ് will be informing the police അല്ലെ. എന്താണ് കാഷ്വാലിറ്റിയിൽ ഏത് ഡോക്ടർ ആണോ ഏത് മെഡിക്കൽ ഓഫീസർ ആണോ ഇൻചാർജ് ഉള്ളത് ആ ആളായിരിക്കും നമ്മുടെ പോലീസിനെ വിവരം അറിയിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ കാഷ്വാലിറ്റി ഇൻചാർജ് ഓർ ട്രീറ്റിംഗ് കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ആ ഒരു കാഷ്വാലിറ്റി ഇൻചാർജ് അല്ലെ, അല്ലെങ്കിൽ ആരാണോ ഏത് ഡോക്ടർ ആണോ അവരെ ആ ഒരു പേഷ്യന്റിനെ വിലയിരുത്തുന്നത് അല്ലെ, അസസ് ചെയ്യുന്നത്, ആ ഒരു ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരിക്കും പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഓക്കെ ആണോ? ആ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഓക്കെ ആണോ? 10th പോയിന്റ് പറയണം.
ഇമ്പോർട്ടന്റ് ഓടിച്ച് പറയണോ? 10th പോയിന്റ് എന്താണ്? നമ്മുടെ മെഡിക്കൽ ലീഗൽ കേസുകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തിനെ ബേസ് ചെയ്താണ് തീരുമാനിക്കുന്നത്? ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്വാഭാവികമല്ലാത്ത 10th അല്ലേ? 10th അതല്ലേ കാവ്യ? 10th അല്ലേ ചോദിച്ച മിസ്സിന്റെ അടുത്ത്? ഏതാണ് ചോദിച്ചേ? SOP. അപ്പുറത്തെ സെക്ഷനിലാണ് അല്ലേ? ഓക്കെ. ഇതില് മിനിമം സെറ്റ് ഓഫ് SOP ഷുഡ് ബി അവൈലബിൾ അല്ലെ? നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സാധാരണ പ്രവർത്തന നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ എന്നാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് എന്താണ്? പേഷ്യൻസിനെ സ്വീകരിക്കുന്നു അല്ലെ? കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഉചിതമായ രീതിയിൽ അവരുടെ ലൈഫ് സേവ് ചെയ്യുന്ന രീതിയിൽ അവരെ സ്വീകരിക്കുക. അതിനുശേഷം അവരെന്താണ്? രജിസ്റ്റർ ചെയ്യുക അല്ലെ? പേഷ്യൻസിന്റെ വിവരങ്ങൾ രജിസ്ട്രേഷൻ നടത്തുക. നെക്സ്റ്റ് എന്താണ്? ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ക്രിട്ടിക്കൽ പേഷ്യന്റ് ആണോ, മേജർ ആയിട്ടുള്ള പരിക്കുകളാണോ, മൈനർ ഇഞ്ചുറീസ് ഉള്ളോ, ഡെത്ത് കേസുകളാണോ അല്ലെ എന്നതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിനെ തരം തിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവരെ ട്രയേജ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നൽകിയതിന് ശേഷം അവരെന്താണ്? ICUയിലേക്കോ അല്ലെങ്കിൽ വെന്റിലേറ്റർ അല്ലെങ്കിൽ വാർഡുകളിലേക്ക് അവർക്ക് ഉചിതമായ ആ ഒരു സ്ഥലത്തേക്ക്, ഏരിയയിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു റെസിസിറ്റേഷൻ ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ ആ ഒരു ട്രയേജിന് ശേഷം പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റെഫറൽ ഓഫ് ദി പേഷ്യന്റ് അല്ലെ? ഇപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ചിലപ്പോ എന്താണ്? ആ ഒരു കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തതിന് ശേഷം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ന്യൂറോയിലേക്ക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള റെഫറൽ ഓഫ് ദി പേഷ്യന്റ് റെഫറൽ ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യൻസ് അല്ലെ? എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് അവരെന്താണ് സ്റ്റേബിൾ ആയതിനു ശേഷം അവരെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് ചെയ്ത് വിടുന്നുണ്ട് അല്ലെ? റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്ത് ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ബ്രോട്ട് ഇൻ ഡെഡ് കേസുകൾ കൊണ്ടുവരുന്ന സമയത്ത് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെ? പ്രൊസീജിയേഴ്സിലെ ചിലപ്പോ ചില പേഷ്യൻസിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് അല്ലെ? ഒരുപാട് പേപ്പർ വർക്ക്സുകൾ ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് റെസ്പിറേറ്ററി ഫെയിലിയറുമായിട്ടോ അതല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായിട്ടോ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനും സ്റ്റാഫുകൾക്കൊക്കെ അലേർട്ട് കൊടുക്കുന്നതിനുള്ള ഒരു കോഡാണ് കോഡ് ബ്ലൂ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെ? എന്താണ്? റേപ്പ് അറ്റംപ്റ്റ്, പോയിസണിങ്, സൂയിസൈഡിങ് അറ്റംപ്റ്റ്, ആക്സിഡന്റ്, അങ്ങനെ എന്തെങ്കിലും അസോൾട്ട് അല്ലെ കയ്യേറ്റങ്ങളൊക്കെ നടത്തി പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം അറിയിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് അല്ലെ? നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുക. ഓരോ പ്രവർത്തനങ്ങൾക്കും അവര് പാലിക്കുക. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് മിസ് ഇൻട്രൊഡക്ഷൻ മിസ് പറഞ്ഞു ഫുൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു പേരുകള്, എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണ് അല്ലെ? അപ്പൊ അത് ഫുൾ ഇമ്പോർട്ടന്റ് ആണ്. ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷണൽ ഏരിയ ആൻഡ് അതർ ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റ് ഫ്ലോയിൽ ട്രയേജ് ചോദിക്കാം.
അത് ഫുൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് ഫ്ലോയിന്റെ ട്രയേജ്, റിസെപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീവാലുവേഷൻ, ഡിസ്ചാർജ്, അതിൽ നിന്നൊക്കെ ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സസ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. റെക്കോർഡ്സുകൾ ചോദിക്കാം. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ദാമ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. റെക്കോർഡ്സുകൾ ചോദിക്കാം. SOP ചോദിക്കാം കേട്ടോ, SOP. പിന്നെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നമ്മൾ പഠിച്ച എല്ലാ അബ്രിവേഷൻ പോലില്ലേ, ദാമ, MLC, RTA, അങ്ങനെയുള്ളതൊക്കെ പഠിക്കാം കേട്ടോ. അബ്രിവേഷൻസ് ഒക്കെ പഠിക്കും. ഓക്കെ, ഇനി മിസ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫാർമസി ആണ് കേട്ടോ. SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കേട്ടോ. മിസ് ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫാർമസി എന്നുള്ള ചാപ്റ്റർ ആണ്, ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, മിസ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.